എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്ന ഒരു ഗുഹാക്ഷേത്രത്തിനു മുന്നിലാണ്. ഈ ഗുഹാക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യകാലത്തെ രാജവംശങ്ങളിൽ ഒന്നായിരുന്നു ആയി രാജവംശം. അവരുടെ കാലത്ത് പണികഴിപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ചരിത്രം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് ഇതൊരു കൗതുകം തന്നെയാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിലെ പഴയ ഗുഹാക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിലേതാണ് ഈ ക്ഷേത്രവും. ഇതൊരു ചെറിയ ഗുഹാക്ഷേത്രമാണ്. ഇതിനുള്ളിൽ ദക്ഷിണാമൂർത്തിയുടെ ഒരു ശില്പവും അതിന്റെ ഇരുവശത്തുമായി ത്രിപുരാന്തക ശിവനും പാർവതിയും എന്നീ 2 ശില്പങ്ങളും കാണാം. ഇത് 1965-ൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകമാക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ നാടിന്റെ പുരാതന ചരിത്രവും മറ്റ് വിശേഷങ്ങളും തേടിയെത്തുന്നവർക്ക് ഇവിടം സന്ദർശിക്കാവുന്നതാണ്. ഗവേഷണം ചെയ്യുന്നവർക്കും ഈ നാട്ടിൽ ഇങ്ങനെയുമൊക്കെ ചരിത്രങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരിടം തീർച്ചയായും സഹായിക്കും. തിരുവിതാംകൂർ രാജവംശം ഇവിടെ പ്രബലമാകുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞം ആസ്ഥാനമാക്കി സ്ഥിതി ചെയ്തിരുന്ന ആയി രാജവംശവും അവരുടെ പ്രധാനപ്പെട്ട തുറമുഖവുമായിരുന്നു ഈ വിഴിഞ്ഞമെന്ന് പറയുന്നത്. അത് ലോകമെമ്പാടും ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രശസ്തമായിരുന്നു. ഈ ആയി രാജവംശത്തെ അടിച്ചമർത്തിയാണ് പിന്നീട് മറ്റ് രാജവംശങ്ങൾ ഇവിടെ വേരുറപ്പിക്കുന്നത്. ഇവർക്ക് ശേഷം വന്ന വേണാട് രാജവംശത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു ഈ വിഴിഞ്ഞം. പുരാതന കാലം മുതൽ നിരവധി സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചെങ്കോട്ട മുതൽ തെക്കോട്ടുള്ള സഹ്യപർവ്വത പ്രദേശങ്ങളുൾപ്പെട്ട പൊതിയൻമലയിലെ ആയിക്കുടിയായിരുന്നു ആയി രാജാക്കന്മാരുടെ ആദ്യത്തെ ആസ്ഥാനം. വടക്ക് പടിഞ്ഞാറ് പെരിയാറും തെക്ക് കിഴക്ക് താമ്രപർണിയുമായിരുന്നു ആയി രാജ്യത്തിന്റെ അതിർത്തികൾ. സംഘംകൃതികളിൽ ചേര, ചോള, പാണ്ഡ്യഭരണങ്ങൾ ദൃഢമാകുന്നതിനു മുൻപ് ആയി ഭരണാധികാരികൾക്ക് മൂവരശന്മാരുടെ സ്ഥാനമാണ് കവികൾ നൽകിയിരുന്നത്. അണ്ടിരനെ കൂടാതെ അതിയൻ, തിതിയൻ എന്നിവരും പ്രഗത്ഭരായ ആയി ഭരണാധികാരികളായിരുന്നു. ആനയായിരുന്നു ആയികളുടെ കുലചിഹ്നം. ഇത് ഇന്ന് കേരള സർക്കാരിന്റെയും ഔദ്യോഗിക ചിഹ്നമാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ചാതുർവർണ്ണ്യമോ ജാതി വിവേചനമോ ഇല്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ബ്രാഹ്മണർക്ക് മാത്രമായി പൂജാരിസ്ഥാനം പരിമിതപ്പെടുത്തിയിരുന്നില്ല. വേടൻ, പറയൻ, തുടിയൻ, ഇടയൻ, കുറവൻ, കടമ്പൻ, പരവൻ, വില്ലവൻ, പാണൻ തുടങ്ങിയവരായിരുന്നു അന്നത്തെ പ്രധാന വിഭാഗങ്ങൾ. ചോളപ്പാണ്ഡ്യ ആക്രമണങ്ങളും വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യവും സംഘകാലത്തിനു ശേഷം 7-ാം നൂറ്റാണ്ടിലാണ് ആയി ഭരണാധികാരികളെക്കുറിച്ച് നാം വീണ്ടും കേൾക്കുന്നത്. 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പാണ്ഡ്യരാജാവായ അരികേസരി ആയി രാജ്യവും കേരളവും ആക്രമിച്ചതായി പറയപ്പെടുന്നു. 7-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ചോളരും പാണ്ഡ്യരും നിരന്തരമായി കേരളത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നു. മാറൻചടയന്റെ കാലത്ത് 8-ാം നൂറ്റാണ്ട് ആയിരാജ്യം ഭരിച്ചിരുന്നത് കൊച്ചടയനും അദ്ദേഹത്തിന്റെ മകൻ കരുനന്തടക്കനുമായിരുന്നു. ഇവരുടെ ആസ്ഥാനം വിഴിഞ്ഞമായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ പാർത്ഥിവപുരം ക്ഷേത്രവും പാർത്ഥിവപുരം ശാലയും പണികഴിപ്പിച്ചത് കരുനന്തടക്കനായിരുന്നു. അക്കാലത്ത് വിഴിഞ്ഞത്ത് വലിയൊരു ആയുധപ്പുരയുണ്ടായിരുന്നു. അത് കാന്തളൂർ ശാല എന്നറിയപ്പെട്ടു. കാന്തളൂർ ശാലയുടെ സൂക്ഷിപ്പുകാരൻ ശ്രീവല്ലഭ പെരുമ്പണയികൻ ആയിരുന്നത്രേ. രാജേന്ദ്ര ചോളന്റെ ആക്രമണത്തിൽ വിഴിഞ്ഞം രാജേന്ദ്രപട്ടണം എന്നറിയപ്പെട്ടു. ഈ ആക്രമണത്തിൽ കാന്തളൂർ ശാല തകർക്കപ്പെട്ടു. ചേരന്മാരുടെ തലസ്ഥാനമായ മഹോദയപുരം സംരക്ഷിക്കുന്നതിനു വേണ്ടി നടന്ന യുദ്ധത്തിൽ ധീരരായ നിരവധി രാജാക്കന്മാർ കൊല്ലപ്പെട്ടു. 58 വർഷം കേരളം ഭരിച്ച ഭാസ്കരരവി കുലശേഖരനും ഇതിൽ ഉൾപ്പെടുന്നു. പിന്നീട് ചോള സൈന്യം ഉത്തരേന്ത്യയും മലയും ആക്രമിക്കുന്നതിനായി പിൻവാങ്ങിയപ്പോൾ അവശേഷിച്ച ചോള സൈന്യത്തെ മുഴുവൻ കേരള രാജാക്കന്മാർ വധിച്ചു. കൊല്ലവർഷം 203-ൽ രാജേന്ദ്രന്റെ മകൻ രാജാധിരാജൻ പലതവണ കേരളത്തെ ആക്രമിച്ചു. ചോള സൈന്യത്തെ വധിച്ചതിന്റെ പ്രതികാരമായി നടന്ന ആ യുദ്ധത്തിൽ കേരളത്തിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം നശിച്ചുപോയതായി ഇളംകുളം കുഞ്ഞൻപിള്ള പറയുന്നു. തെക്കൻ തിരുവിതാംകൂർ, പാലക്കാട്, കോലത്തുനാട് വഴിയും കേരളത്തിൽ പ്രവേശിച്ച ചോള സൈന്യം ഭാസ്കരരവിക്ക് ശേഷം കേരളം ഭരിച്ച വീരകേരള കുലശേഖരനെയും ബന്ധുവായ ഇരാമകുടത്തിലെ കണ്ടൻകാരി വർമ്മനെയും വേണാട് രാജാവിനെയും വധിച്ചു. തുടർന്ന് ഭരണാധികാരിയായ രാമവർമ്മകുലശേഖരന്റെ കാലഘട്ടത്തിലാണ് ചോളരിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ സാധിച്ചത്. ഇതിനായി അദ്ദേഹം കേരളത്തിൽ ആദ്യമായി കളരികൾ സ്ഥാപിക്കുകയും ചേവേറ്റുസേന എന്നൊരു സൈന്യത്തെ രൂപീകരിക്കുകയും ചെയ്തു. വിഴിഞ്ഞത്തിന്റെ നാശവും കാന്തളൂർ ശാലയുടെ തിരോധനവും കൊല്ലം 2-ാം ശതകത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ ആയി ഭരണം നിലനിൽക്കുകയും തുടർന്ന് ആ പ്രദേശങ്ങൾ ചോളരുടെ അധീനതയിലാവുകയും ചെയ്തതോടെ വിഴിഞ്ഞവും കാന്തളൂർ ശാലയും ചേര സാമ്രാജ്യത്തിന്റെ തെക്കേ അറ്റത്തായി മാറി. തെക്കുനിന്നുള്ള ചോളരുടെ ആക്രമണം തടയാൻ ചേര രാജാക്കന്മാർ ഈ പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചു. അതുകൊണ്ടാണ് രാജരാജന്റെ കാലം മുതൽ കൊളോത്തുങ്കന്റെ കാലം വരെ ചേര ചോള രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങൾക്ക് വിഴിഞ്ഞം വേദിയായത്.